വയനാട് ജില്ലാ കായികമേളയിൽ ഈ മീറ്റിലെ ഏറ്റവും വേഗതയേറിയ താരത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. സീനിയർ അണ്ടർ മീറ്ററിൽ കാട്ടിക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ അനൂപ് ഒന്നാമതെത്തിയിരിക്കുകയാണ്. കൂടെ അദ്ദേഹത്തിനെ പരിശീലിപ്പിച്ച കായികാധ്യാപകൻ ഗിരീഷ് മാഷുമുണ്ട്. ഏതായാലും നമ്മളോടൊപ്പം അനൂപും ഗിരീഷ് മാഷും ചേരുകയാണ്. മീറ്റിലെ വേഗതയേറിയ താരമായിരിക്കുകയാണ്. പരിമിതമായ സാഹചര്യങ്ങളൊക്കെ വെല്ലുവിളിയൊക്കെ മറികടന്നുകൊണ്ടാണ് മത്സരത്തിനെത്തിയത്. സ്വർണം നേടിയതിൽ ആഹ്ലാദം എത്രത്തോളം ഉണ്ട്? എത്രത്തോളം പറഞ്ഞാൽ എനിക്ക് സന്തോഷം പറയാൻ പറ്റില്ല. അത്രയും വലിയ സന്തോഷമാണ്. കാരണം ഇത്രയും നല്ല ക്യാമ്പ് വന്നിട്ട് ഗിരീഷ് മാഷിനെ ഞാൻ ഈ വർഷം വന്നതാ അവിടേക്ക്. പക്ഷെ അടിച്ചു കൊടുത്ത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ, നമ്മളത് കാണിച്ചു കൊടുത്തു. ഈ ട്രാക്കിലെ മത്സരം എത്രത്തോളം ഉണ്ടായിരുന്നു? ട്രാക്കിലെ നമ്മൾ മണ്ണിൽ ചെയ്യുന്നതിനെക്കാട്ടി ഇവിടെ ചെയ്യുന്ന ബെറ്റർ. കാരണം നമുക്ക് എല്ലാ ഞായറാഴ്ചയും മാഷ ചെലവിൽ നമുക്ക് ഇവിടെ കൊണ്ട് ക്യാമ്പ് തരും. അതൊരു നമുക്കൊരു ഇതാണ്. മികച്ച സമയം കുറിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. ഈ പരിശീലന സമയത്തൊക്കെ ഉണ്ടാക്കിയൊരു സമയം എന്തായാലും കുറിക്കാൻ സാധിച്ചെന്ന് തോന്നുന്നു. ഞാൻ ആദ്യത്തെ ചെയ്തതിനെക്കാട്ടി ഈ വർഷം നല്ലോണം ചെയ്തിട്ടുണ്ട്. മുൻതവണ സ്റ്റേറ്റ് പെർഫോമൻസ് ഒക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു? അത് പറഞ്ഞാൽ അത്രയും പറയാൻ പറ്റില്ല. അത്രയും മോശമായിരുന്നു ആ ടൈമിൽ. ഇപ്പോൾ വർക്കൗട്ട് കിട്ടി, നമ്മൾ സെറ്റായി എല്ലാവരും. ഞാൻ മാത്രമല്ല, കാട്ടിക്കുള ചെയ്യുന്ന പകുതി ആളും സെറ്റായി. ഏതായാലും മീറ്റിൽ വേഗതയേറിയ താരമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ മാഷും കൂടി ചേരുകയാണ്. വളരെ മത്സരം കഴിഞ്ഞതിന് ശേഷം വലിയൊരു സന്തോഷകരമായ നിമിഷം നമുക്ക് അവിടെ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. ആ മാഷിൻ്റെ ആ ഒരു അഭിമാന താരം തന്നെ ആ നേട്ടം കൈവരിച്ചത് വളരെ വലിയ രീതിയിലുള്ള ആഹ്ലാദം ഉണ്ടല്ലേ? പിന്നെ നല്ല ആഹ്ലാദം. കാരണം സ്പോർട്സ് ഡിവിഷനിലെ കുട്ടികളെ അട്ടിമറിച്ചിട്ടാണ് ഇവർ. ഞാൻ തേർഡാണ് പ്രതീക്ഷിച്ചത്. അവർ അട്ടിമറിച്ചിട്ട് ഫസ്റ്റ് വന്നല്ലോ. ഞങ്ങൾ ഈ 55 കിലോമീറ്റർ യാത്ര ചെയ്ത് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ചയും കുട്ടികൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പരിശീലിപ്പിക്കുന്നത്. അത് സ്പോർട്സ് കൗൺസിൽ നമ്മളെ നല്ലോണം സഹായിച്ചു. നമ്മളൊന്നും പൈസ ഒന്നും വാങ്ങാതെ ഫ്രീ ആയി ടെസ്റ്റ് കുട്ടികളുണ്ട്. അതൊക്കെ നമുക്ക് നല്ലൊരു ഗുണം കിട്ടി. കാരണം വലിയൊരു വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിന്നാണ് ഇവരെ പോലുള്ളവരെ കണ്ടെത്തി ഇങ്ങനെ തേച്ചു മിനുക്കി എടുത്ത് കൊണ്ടുവരുന്നത്. അതെ. ഇവരുടെ ഉന്നതികൾ താമസിക്കുന്ന ഒരാളല്ലോ. ഇവരൊന്നും രംഗത്തേക്ക് ഒരു സ്കൂളിൽ വരണമെങ്കിൽ സ്പോർട്സ് സ്കൂളിലാണ് ഇവർ സ്കൂളിൽ തന്നെ വരുന്നത്. അത് തന്നെ ഒരു വലിയ നേട്ടമാണല്ലോ. ഇനി ഇവരെ എല്ലാം പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി നല്ലൊരു കോളേജിൽ വിട്ട് ഒരു ജോലിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം 128 കുട്ടികളോളം എൻ്റെ ഗവൺമെൻറ് സർവീസ് കയറി. അപ്പോൾ ഇവരെയും കൂടെ കയറ്റണം. അതിൽ വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് നിരവധിയായ കുട്ടികളെ വളർത്തിയെടുത്ത് കൊടുത്ത മാഷിന് ഇപ്പോൾ അനൂപിലൂടെയും വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു. പിന്നെ ഇപ്പോൾ എനിക്കൊരു സ്റ്റേറ്റ് മെഡലാണ് സ്വപ്നം. സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും അനൂപിൻ്റെയും ഗിരീഷ് മാഷിൻ്റെയും സ്വപ്നം പൂവണിട്ടെന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഏതായാലും മീറ്റിലെ വേഗമേറിയ താരം അനൂപിനും ഗിരീഷ് മാഷിനുമൊപ്പം രതീഷ് കുഞ്ചത്തൂർ.